ദൈവത്തിന് സ്തോത്രം. നമുക്ക് ബൈബിൾ സർവേ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. ബൈബിൾ സർവേയിൽ നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ശമൂവേലിൻ്റെ പുസ്തകം മുതൽ രാജാക്കന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇതുവരെ ഒന്നാമത്തെ രാജാവിനെ പരിചയപ്പെടാൻ ഇടയായില്ല. അതിന് മുമ്പുള്ള ആളുകളെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിലെ 3 ആളുകളുടെ ജീവചരിത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ശമൂവേലുണ്ട്, ശൗലുണ്ട്, ദാവീദുണ്ട്. ആദ്യത്തെ 8 അധ്യായത്തിൽ ശമൂവേൽ 9 മുതൽ 15 വരെ, ശൗൽ 16 മുതൽ 31 വരെ ദാവീദ്. അപ്പോൾ അതിൽ ശമൂവേലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിരുന്നു. ശമൂവേലിൻ്റെ അമ്മയുടെ കാര്യവും അമ്മയുടെ പ്രാർത്ഥനയും ശമൂവേലിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ശമൂവേൽ എങ്ങനെയൊക്കെയാണ് ദൈവത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തതെന്നും ദൈവം അവൻ്റെ കൂടെ ഇരുന്നതും അവൻ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ചതും ഒക്കെ പറയുകയുണ്ടായി. എന്നാൽ ശമൂവേലിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് ശമൂവേലിനെ കുറിച്ച് വളരെ വിശദമായിട്ടല്ല, വളരെ അത്യാവശ്യം അറിയേണ്ട ചില കാര്യങ്ങൾ, ബൈബിൾ സർവേ ആയതുകൊണ്ട് വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോൾ നോക്കുന്നു. അതിനുശേഷം നമുക്ക് ദാവീദിനെക്കുറിച്ചും ശൗലിനെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ടും കർത്താവിൽ ശരണപ്പെടാം. അപ്പം ശമൂവേലിനെ കുറിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശമൂവേൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞാണ് നിർത്തിയത്. പുതിയ നിയമത്തിൽ ശമൂവേലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ചിലത് വായിക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 3:24, 13:20, എബ്രായ ലേഖനം 11:32. ഇത് 3 കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച വാക്യങ്ങളാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു വാക്യം വായിച്ച് മുമ്പോട്ട് പോകാം. അപ്പോസ്തലപ്രവൃത്തി 3:24. ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാർ ഒക്കെയും, പ്രവാചകന്മാരുടെ തലപ്പത്ത് ആദിയായ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ആരെയാണ്? ശമൂവേലിനെയാണ്. അതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ശമൂവേലിനെ കുറിച്ച് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം നമ്മൾ നേരത്തെ വായിച്ചെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പതിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട്. 1 ശമൂവേൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ, ആ പ്രയോഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശമൂവേൽ ദൈവത്തിൻ്റെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. അപ്പം എല്ലാം കൃത്യമായിട്ട് ഒരു പ്രവാചകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രവാചകൻ ആരാണെന്നതിന് മുമ്പ് പല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ദൈവത്തിൻ്റെ വക്താവാണ്. ദൈവത്തിന് പകരം സംസാരിക്കാനായിട്ട് വരുന്ന ആളാണ്. ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിശ്വസ്തത. അല്ല, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു. ഈ രാജാക്കന്മാർ ഒരു സന്ദേശം അറിയിക്കുന്നതിനായിട്ട് ആളുകളെ ദേശത്ത് അയക്കുമായിരുന്നു. അവർ പെരുമ്പറ കൊട്ടി ഈ സന്ദേശം അറിയിക്കും, ചിലടത്ത് എഴുതി വെക്കും. അപ്പോൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജാവ് പറഞ്ഞ സന്ദേശം അതേപോലെ തന്നെ ജനത്തെ അറിയിക്കണമെന്നുള്ളതാണ്. അതനുസരിച്ചില്ലെങ്കിലും അത് തള്ളിക്കളഞ്ഞാലും ഒക്കെ ആര് നോക്കിക്കോളും? രാജാവ് നോക്കിക്കോളും. അത് ഈ പ്രസംഗിച്ച ആളുടെ, അറിയിച്ച ആളുടെ ഉത്തരവാദിത്വമല്ല. അതുകൊണ്ട് പ്രവാചകന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം തന്ന സന്ദേശം അതേപോലെ തന്നെ, നമ്മളൊക്കെ പ്രവാചകന്മാരാണ്, ദൈവത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്. അവരിൽ ദൈവം അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്രവചനമാണെങ്കിൽ അവർ വിശ്വസ്തരായിരിക്കണം. ഇത് പണ്ട് മുതൽ ദൈവം പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യം ദൈവം എങ്ങനെയാണ് ഇവരെ പണ്ടേ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതൊന്ന് കാണാനായിട്ട് സാധിക്കും. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. അപ്പോൾ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. കേൾക്കാതിരുന്നാൽ പറഞ്ഞവനല്ല ചോദിക്കേണ്ടത് ആരാണ്? ആരാണത് പറഞ്ഞു വിട്ടത്? അവനാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ്മാനോട് വഴക്കുണ്ടാക്കാമെന്ന് പറയുന്നു, വേണ്ടാന്ന് പറഞ്ഞ പോലെ. പോസ്റ്റ്മാൻ മനസ്സിലായില്ലേ? ഇപ്പോൾ കുറവാണ്, എല്ലാം ഇമെയിൽ ആയതുകൊണ്ട് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയം കാണുകയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ പോസ്റ്റ്മാൻ പറഞ്ഞു ഞാൻ ബുക്ക് പോസ്റ്റ്മാൻ ആണെന്ന് പറഞ്ഞു. കാരണം ബുക്ക് പോസ്റ്റുകൾ മാത്രമേ ഇപ്പോൾ പ്രധാനമായിട്ട് പോസ്റ്റിൽ വരുന്നുള്ളതുകൊണ്ട് പുള്ളിയുടെ പേര് തന്നെ പുള്ളി എങ്ങനെയാക്കി മാറ്റി? ബുക്ക് പോസ്റ്റ്മാൻ എന്നാക്കി മാറ്റി. പിന്നെ സർക്കാരിൽ നിന്ന് വരുന്ന ചില ഓർഡറുകളോ എഴുത്തുകളോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് നല്ല എഴുത്തുകളും കാണും, നമുക്ക് ചിലപ്പം കുഴപ്പമുണ്ടാക്കുന്ന എഴുത്തുകൾ കാണും. അതിന് കുഴപ്പക്കാരൻ പോസ്റ്റ്മാനാണോ? ഈ എഴുത്ത് ആരയച്ചോ അയാളാണ് ഉത്തരവാദി. അയാളും എഴുത്ത് കിട്ടിയ ആളും തമ്മിലാണ് കാര്യങ്ങൾ
എന്ന് പറഞ്ഞ പോലെ പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് നിൽക്കുകയാണ്, സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ദയവായിട്ട് പോസ്റ്റ്മാന്മാരോട് എന്ത് ചെയ്യരുത്, വഴക്കിടേണ്ട കാര്യമില്ല. അവരുടെ നിന്ന് എഴുത്ത് വാങ്ങി അവരെ പറഞ്ഞു വിട്ടേച്ചാൽ മതി. അപ്പം പ്രവാചകന്മാരും പ്രസംഗകരും ഒക്കെ ദൈവത്തിൻ്റെ ദൂത് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൂത് തന്ന ദൈവവും അത് ലഭിച്ച നമ്മളുമാണ് അതിനകത്ത് ഏറ്റവും. അപ്പോൾ ആ കാര്യത്തിൽ ആ വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അവനോട് ചോദിക്കും. നമ്മൾ നോർമലായിട്ട് ചിന്തിച്ചാൽ അറിയാം, നമ്മൾ ആരും പോസ്റ്റ്മാനോട് വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിടുകയുള്ളൂ, അല്ല വഴക്കടിക്കാൻ നിൽക്കുന്നില്ല. പോസ്റ്റ്മാൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ എഴുത്ത് തോട്ടിക്കളയാതെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞ് കളയാതെ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അഡ്രസ്സിക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതുപോലെ പ്രവാചകന്മാരെ വെച്ചിരുന്നു. നമുക്ക് ബാക്കി വാക്യങ്ങളും കൂടെ വായിക്കാം. 18-ാം വാക്യമാണ് ഇപ്പോൾ നിങ്ങൾ വായിച്ച് കേട്ടത്. 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. പറയാത്ത വചനങ്ങൾ പറഞ്ഞു എന്നും പറയുകയും ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളി ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ. അപ്പം ജനത്തിൻ്റെ ഒരു സംശയമാണ്, ഇത് ദൈവം പറഞ്ഞതാണോ പറയാത്തതാണോ എന്ന് ഞങ്ങളെങ്ങനെ അറിയും? അതിൻ്റെ മറുപടിയും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളി ചെയ്തതല്ല. പറഞ്ഞത് സംഭവിക്കാതിരുന്നാൽ ദൈവം അവനെ പറഞ്ഞു വിട്ടിട്ടുള്ളതല്ല. പിന്നെ എങ്ങനെയാണ്? സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാതിരുന്നാൽ അത് യഹോവ അരുളി ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. പ്രവാചകൻ സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അപ്പോൾ സ്വയംകൃതമായി സംസാരിക്കരുത്. അതുകൊണ്ടാണ് യേശു നമുക്ക് നല്ല മാതൃക തന്നിട്ട് പറഞ്ഞത്, ഞാൻ സ്വയമായി ഒന്നും സംസാരിച്ചിട്ടില്ല, എല്ലാം പിതാവ് എന്നോട് പറഞ്ഞതുപോലെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം പ്രവാചകന്മാർ പണ്ട് കാലം മുതൽ സ്വയംകൃതമായി സംസാരിക്കുമായിരുന്നു എന്നും അതിനകത്തൊരു സൂചന കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ശമൂവേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം സ്വയംകൃതമായിട്ടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ. 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ആവർത്തന പുസ്തകത്തിലേക്ക് പോയത്. 3:20 നാം വായിച്ചത് ജനമൊക്കെയും ശമൂവേൽ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകൻ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു എന്നാണ്. 19-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ശമൂൽ ദാവീദിനെ പിടിക്കുവാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ. അപ്പം ഇപ്പോൾ ശമൂവേൽ ആരായിട്ടാണ് ഇരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചന പറഞ്ഞിരുന്നു, പ്രവചന സംഘത്തിൻ്റെ തലവൻ. സോ ഹി എസ്റ്റാബ്ലിഷ്ഡ് എ സ്കൂൾ ഓഫ് പ്രോഫസി ആൻഡ് ഹി വാസ് ദ പ്രിൻസിപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടെ വായിച്ചേര്. ശമൂൽ ദാവീദിനെ പിടിക്കുവാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു, അവരും പ്രവചിച്ചു. ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു, അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അപ്പം ശമൂവേലിന്റെ പ്രവചന സ്കൂളിന്റെ അരികത്ത് ആരെങ്കിലും ചെന്നാൽ അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയും അവരും ഒക്കെ പ്രവചിക്കുകയും ചെയ്യുന്ന തരത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണവും നിറവും ആർക്കുണ്ടായിരുന്നു? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിശ്വസ്ത പ്രവാചകനായിരുന്നത് കൊണ്ടാണ് ദൈവം ആ തരത്തിൽ അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. അപ്പം പ്രവചന ശുശ്രൂഷ നടത്തിയിരുന്ന പിൽക്കാല പ്രവാചകന്മാർക്കും ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏലിയാവിനും ഏലീശയ്ക്കും ഒക്കെ അങ്ങനെയുള്ള പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. രാജഭരണം വന്നപ്പോൾ ദൈവം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ദൈവത്തിൻ്റെ പേര് പുതുതായിട്ട് വെളിപ്പെടുത്തി, സൈന്യങ്ങളുടെ യഹോവ. അതുപോലെ തന്നെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു, പ്രവചന ശുശ്രൂഷ. കാരണം ഈ സമയത്ത് ന്യായപ്രമാണം വിട്ട് നടക്കുവാൻ ജനത്തെ പ്രേരിപ്പിച്ചത് രാജാക്കന്മാർ തന്നെയാണ്. നമ്മളിനി രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരികയും കൂടുതൽ രാജാക്കന്മാരെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ പാപം ചെയ്തു, ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കയറുമ്പോൾ വായിക്കാം. എന്നാലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടും. ടു ഡൂ സിൻ ഈസ് വൺ തിങ് ആൻഡ് ടു മേക്ക് അതേഴ്സ് സിൻ ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ അടുക്കൽ 2 ഉത്തരവാദിത്തങ്ങളാണ് വരുന്നത്. പാപം ചെയ്തു, മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുകയും മറ്റുള്ളവരെ പാപം ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് ജനത്തെ തിരിക്കുന്നതിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച സുവിശേഷ പ്രസംഗകരാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ പഴയ നിയമ കാലഘട്ടത്തിലെ സുവിശേഷകന്മാരാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ സുവിശേഷകന്മാർ ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാരാണ്, ദൈവത്തിന് പകരം സംസാരിക്കുന്നവരാണ് എന്നും കൂടി നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആളാണ്
അല്ലെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത് അതിന് നാന്ദി കുറിച്ച് കുറേ ആളുകളെ പരിശീലിപ്പിച്ച് അതിന് തലവനായിട്ടിരുന്ന ആളാണ് ആര്? ശമൂവേൽ. ആ കാര്യമാണ് ശമൂവേലിനെ കുറിച്ച് ആദ്യം നമ്മൾ ഗ്രഹിക്കേണ്ടത്. രണ്ടാമത് ഗ്രഹിക്കേണ്ട കാര്യം, 1 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് പോയിട്ട് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബെനെസറിനും അരികെ പാളയം ഇറങ്ങി ഫെലിസ്ത്യർ അഫെക്കിലും പാളയം ഇറങ്ങി. അപ്പോൾ 4-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയത് ഫെലിസ്ത്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആളുകളാണ്. അവരെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിങ്കലേക്ക് തിരിയുന്നു എങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആരെ കണ്ടു? 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആരെ കണ്ടു? ശമൂവേലിനെ കണ്ടു. ശമൂവേലിൻ്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ അവിടെയും ശമൂവേലിനെ കണ്ടു. പക്ഷേ ഇതിന് ഇടയ്ക്ക് ആരില്ല? പിടിയിട്ടില്ല. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ ആരില്ല, അല്ലെങ്കിൽ ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല? ശമൂവേലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ശമൂവേലിൻ്റെ കാര്യം. 9-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ശൗലിൻ്റെ കാര്യം. അന്നേരം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് ശമൂവേലിനെ കാണാതെ പോയാലും ഇടയ്ക്ക് ദാവീദിനെ കണ്ടില്ലെങ്കിലും ഒന്നും നിങ്ങൾ പിണങ്ങരുത്. ഇത് നമ്മൾ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 4-ാം അധ്യായത്തിൽ ശമൂവേൽ അപ്രത്യക്ഷനായി. പിന്നെ പ്രത്യക്ഷനാകുന്നത് 7-ാം അധ്യായത്തിലാണ്. ദിസ് ഈസ് നോൺ ആസ് ദ സൈലൻറ്റ് ഇയേഴ്സ് ഓഫ് ശമൂവേൽസ് ലൈഫ്. ശമൂവേലിൻ്റെ ജീവിതത്തിലെ നിശബ്ദ വർഷങ്ങൾ എന്നാണ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ അധ്യായങ്ങളിൽ 4, 5, 6 അധ്യായങ്ങളിലെ വിഷയം എന്തായിരുന്നു? പുസ്തകം വായിച്ചിട്ടുണ്ടോയെന്ന് അറിയാനൊരു ടെസ്റ്റും കൂടാണ്. 4, 5, 6 അധ്യായത്തിൽ എന്താണ് വിഷയം? ഒരു ശത്രുഗണം ഇവിടെ വന്ന കാര്യം നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. ആരാ വന്നത്? ഫെലിസ്ത്യർ. വന്നിട്ട് എന്ത് ചെയ്തു? പെട്ടകം പിടിച്ചു. പിന്നെ അപ്പോൾ പെട്ടകത്തിൻ്റെ കഥയാണ് 4-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ. ഇപ്പം മനസ്സിലേക്ക് കാര്യം വരുന്നുണ്ടോ? പെട്ടകം പിടിക്കപ്പെട്ടു, പെട്ടകം അവർ കൊണ്ടുപോയി, അത് അവർ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. വായിക്കണം കേട്ടോ, അതുകൊണ്ട് വായിച്ച് കാണും ചിലരൊക്കെ. പെട്ടകത്തിൻ്റെ മുമ്പിൽ അവരുടെ ദേവൻ ഉരുണ്ടു വീണു, അവർക്ക് തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പെട്ടകം ഒരു പ്രശ്നമായി അവർക്ക്. പെട്ടകം വലിയൊരു തലവേദന ആയതുകൊണ്ട് ഇത് തിരിച്ചയക്കണമെന്ന് അവർ തീരുമാനിച്ചു, അല്ലേ? അപ്പം എന്തിനകത്ത് വിട്ടു? ഒരു പശുവണ്ടി ഉണ്ടാക്കി അതിനകത്ത് വെച്ച് വിട്ടു. വണ്ടി എവിടം വരെ വന്നു? ബെത്ഷെമെഷ് എന്ന് പറയുന്ന സ്ഥലം വരെ വന്നു. അങ്ങനെ പെട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാര്യവും കൈകാര്യം. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് ദി ആർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ചാപ്റ്റേഴ്സ് 4 to നമ്മൾ ഡീറ്റെയിൽസും കൂടി പഠിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഓർക്കണം. 4 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ യഹോവയുടെ പെട്ടകത്തിൻ്റെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ശമൂവേലിനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശമൂവേലിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ 4-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ നിശബ്ദ വർഷങ്ങൾ, സൈലൻറ്റ് ഇയേഴ്സ്. അപ്പോൾ നിശബ്ദ വർഷങ്ങൾ എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങളുടെ മുഖഭാവം ഇരിപ്പോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്ര നിശബ്ദമൊന്നും അല്ല എന്നൊരു ഭാവം ചിലരുടെ മുഖത്ത് കാണുന്നത് കൊണ്ട് നിശബ്ദതയ്ക്ക് കാരണമുണ്ടോ എന്ന് അറിയണമെങ്കിൽ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. പെട്ടകം കിര്യത്ത് യയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഈ അധ്യായങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര കൊല്ലമാണ്? ഇറ്റ്സ് എന്താ ഒരു 20 കൊല്ലം എന്ന് പറയുന്ന ഒരു ഗൗരവമായ കാലഘട്ടം തന്നെയാണ്. 20 കൊല്ലത്തേക്ക് ശമൂവേലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ്. അപ്പം ആ 20 കൊല്ലക്കാലം എന്താണ് ശമൂവേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ളത് പുസ്തകം രേഖപ്പെടുത്തുന്നില്ല. മിക്കവാറും അദ്ദേഹം സ്കൂൾ നടത്തുകാരനായിരിക്കണം, അല്ലേ? പ്രധാനമായിട്ടും എന്ത് നടത്തി കാണും? പ്രവചന ശുശ്രൂഷയിൽ ഇവർ തെറ്റായ അതായത് ഇവിടെ നടന്ന കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഓരോ അധ്യായം വായിച്ച് പഠിപ്പിക്കുന്നില്ല. ദി പീപ്പിൾ ട്രൈ ടു റെപ്രസെൻറ്റ് ദി ആർക്ക് ഇൻസ്റ്റെഡ് ഓഫ് പ്രസൻറ്റിങ് ഗോഡ്. ദൈവത്തെ പ്രസൻറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് ദൈവം ഇതിൽ കാണും, ഇതുവഴി വരും എന്ന് വിചാരിച്ച് ഒരു ഉപകരണം
ദൈവത്തിന് പകരം വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാ പെട്ടകം ഒരു യുദ്ധസ്ഥലത്ത് കൊണ്ടുപോയത്? കൊണ്ടുപോകാമായിരുന്നോ? അതവിടെ കൊണ്ടുപോകേണ്ടതായിരുന്നോ? അല്ല. എന്തിനാ കൊണ്ടുപോയത്? ജയിക്കാൻ. അപ്പോൾ അവരെന്താ പ്രതീക്ഷിച്ചത്? ഇത് കൊണ്ടുപോയാൽ യുദ്ധം ജയിക്കും, കാരണം ഇതുള്ളിടത്തൊക്കെ ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇതുപോലാണ് ഇപ്പോൾ ആളുകൾ മുടി മുറിച്ചുകൊണ്ട് പോകുന്നു, വസ്ത്രം മുറിച്ചുകൊണ്ട് പോകുന്നു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചില ആളുകൾ ദൈവത്തിൻ്റെ ആളുകളായിരുന്നെന്ന് ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പല്ല് കിട്ടിയാലും തിരക്കേടില്ല, തുണിയുടെ ഒരു കഷ്ണം കിട്ടിയാലും കുഴപ്പമില്ല, അതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വണങ്ങിയും മുത്തിയും അതിൽ നിന്ന് രക്ഷപ്പെട്ടുമൊക്കെ അത്ഭുതങ്ങൾ, സിദ്ധികൾ, അടയാളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ. നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞാനെങ്കിലും നാട്ടിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് പകരം ദൈവത്തിൻ്റെ പെട്ടകം പോലും ഉപകരിക്കുകയല്ല. ദൈവത്തിന് പകരം ദൈവം മാത്രം, അല്ലേ? ദൈവത്തിന് പകരം വെക്കാൻ ഒന്നും ദൈവം അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് പെട്ടകം പോകരുതാത്തൊരു സ്ഥാനത്ത് അത് കൊണ്ടുപോയപ്പോൾ അത് പിടിക്കപ്പെടുകയും അത് വല്ലാത്തത്, അത് ചെന്നിടത്തൊക്കെ പ്രശ്നം ഉണ്ടായതൊക്കെ വേറെ കാര്യങ്ങൾ കൊണ്ടാണ്. ഏതാണെങ്കിലും അപ്പോൾ ആൾ വിചാരിച്ചേക്കുന്നത് അതെല്ലാം ഭയങ്കര ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നതൊക്കെയാണ്. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ പഠിക്കാം. ഏതാണെങ്കിലും ദൈവത്തിൻ്റെ പെട്ടകം ദൈവമല്ല, ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലം അല്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പലരും ഒരു കാഴ്ചപ്പാടെടുക്കുന്നത്. ഇപ്പോൾ ശലോമോൻ്റെ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യമൊക്കെ വന്ന് നിറഞ്ഞെന്ന് പറഞ്ഞാൽ, എന്നാൽ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ആ ആലയം നമുക്ക് പൊക്കിയെടുത്ത് വേണ്ടുന്ന ആലുവയിൽ വെച്ചാലോ, അല്ലെങ്കിൽ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് എറണാകുളത്തോ ഇന്ത്യയിലോ വെച്ചാൽ അപ്പോൾ ദൈവം ഇസ്രായേലിൽ നിന്ന് ഈ നാട്ടിലേക്ക് പോരുമോ? പിന്നെ അപ്പോൾ ദൈവം കൈപ്പണിയായ ആലയങ്ങളിലോ ഉപകരണങ്ങളിലോ വസിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പഠിച്ച സമയത്ത് കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്ത് വരാം. കൃപാസനം എവിടെ ഇരിക്കുന്നത്? ഈ പെട്ടകത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതെടുത്ത് പൊക്കി മാറ്റി വെച്ചാൽ നീ എങ്ങനെ കൃപാസനത്തോട് അടുത്ത് വരും? ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റി പോകുമല്ലോ. അങ്ങനെ ചുറ്റി പോകുമോ? ഇല്ല. കൃപാസനം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിലും നമ്മുടെ വീടിൻ്റെ ഡ്രോയിങ് റൂമിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലും എല്ലാം എന്തുണ്ട്? കൃപാസനം. അതൊരു ആർക്കിൻ്റെ മുകളിൽ മാത്രമല്ല. ആർക്കിൻ്റെ മുകളിൽ വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രതീകാത്മകമായി ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് യാഗത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വിഷ്വൽ എയ്ഡാണ്. ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിന് ഒരു കസേരയില്ലെങ്കിൽ ഇരിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടോ, അവൻ സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങുന്നവനല്ല. ദൈവത്തെ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കസേര പൊക്കിക്കൊണ്ട് പോയാൽ പോരാ, ദൈവം അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഒരു ദാവീദ് എന്ന് പറയുന്ന പയ്യൻ ഗോലിയാത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു പെട്ടകവും പൊയ്ക്കൊണ്ട് പോയില്ലല്ലോ. ഒരു കവിണയും ചില കല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ദൈവം പ്രവർത്തിച്ചോ? അപ്പോൾ ആ പയ്യൻ എന്താ പറഞ്ഞത്? ഞാൻ പെട്ടകവും പൊക്കിക്കൊണ്ട് നിന്റെ നേരെ വരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ നാമം ഉണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിലാണ് ഇതിരുന്നത്, അല്ലാതെ ഒരു പെട്ടകത്തിൻ്റെ മുകളിലല്ല ഇരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. 4-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ പെട്ടകത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കണമെന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ പഠിക്കണം എന്ന്. സർവേ ക്ലാസ് ആയതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ടീച്ച് എവറിത്തിങ്. അതാണ് അവിടുത്തെ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ആരെക്കുറിച്ചാണ്? ഞാൻ ആരെക്കുറിച്ച് പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത്? ശമൂവേലിനെ കുറിച്ച്. അപ്പോൾ ശമൂവേലിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ദിസ് പീരിയഡ്, ദിസ് 20 years നോൺ ആസ് സൈലൻറ്റ് ഇയേഴ്സ് ഇൻ ദ ലൈഫ് ഓഫ് ശമൂവേൽ. ശമൂവേലിൻ്റെ ജീവിതത്തിലെ നിശബ്ദ വർഷങ്ങളെന്നാണ് ഈ വർഷങ്ങൾ അറിയപ്പെടുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വീണ്ടും വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ്. അപ്പോൾ ശമൂവേൽ ഒരു ജഡ്ജായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവാചകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ആരുമായിരുന്നു? ന്യായാധിപനും ആയിരുന്നു. അവസാനത്തെ ന്യായാധിപനാണല്ലോ. അപ്പം 7-ാം അധ്യായം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ അദ്ദേഹം ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. കണ്ടോ? ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം. അപ്പോൾ ഈ സൈലൻറ്റ് ഇയറിലും എന്ത് ചെയ്ത് കാണും? ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മിക്കവാറും മറ്റേത് വിട്ട് കാണുമെന്ന് എനിക്കൊരു പേടി. ശമൂവേൽ ഈ സൈലൻറ്റ് ഇയർ, നിശബ്ദ വർഷങ്ങളിൽ എന്ത് ചെയ്തെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? പ്രവചനം നടത്തി, പ്രവചന സ്കൂളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ന്യായപാലനം ചെയ്തില്ലേ? ചെയ്തു. അതും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലർ എഴുതുകയല്ല, അതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലെഴുതുകയല്ല, ബുക്കിലല്ല. അപ്പം ഈ സൈലൻറ്റ് ഇയറിൽ 2 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന് ന്യായപാലനവും ചെയ്തു, കാരണം അദ്ദേഹം ന്യായാധിപനായിരുന്നു. അതുപോലെ തന്നെ പ്രവചന ശുശ്രൂഷയിലും അദ്ദേഹം
ശ്രദ്ധിച്ചു. ആ കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധനായിരുന്നു. ഇവർ ചെയ്ത അബദ്ധങ്ങളിലൊന്നും ചെന്ന് കൂടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ പെട്ടകം കൊണ്ടുപോയതും അതിൻ്റെ പിന്നാലെ അവർ നടത്തിയ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ശമൂവേൽ പോകുന്നില്ല. അത് അവർ ചെയ്ത് പഠിക്കട്ടെ എന്ന് വെച്ചാൽ അവരെ വിടുകയും ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ ജനത്തെ ശരിയായ തരത്തിൽ പരിപാലിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. നമുക്ക് 15, 16, 17 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ചു ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു രാമയിലേക്ക് മടങ്ങിപ്പോകും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ച് അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. അപ്പോൾ എന്തായിരുന്നു ശമൂവേലിൻ്റെ പ്രവർത്തന ശൈലി? ന്യായാധിപനായ ശമൂവേലിൻ്റെ പ്രവർത്തന ശൈലി എന്തായിരുന്നു? ആർക്കെങ്കിലും ഇവിടെ ആരോ എങ്ങനെയാണ്? മൊബൈൽ കോടതിയായിരുന്നു അല്ലേ? മൊബൈൽ കോടതി കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ട് ചെല്ലാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട്, കാരണം ഏതാ എളുപ്പമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ താമസിച്ച സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ, എവിടെ താമസിച്ചിരുന്നത്? രാമയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചും. ഒന്നുകൂടെ വായിച്ച വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അത് പ്രധാനപ്പെട്ട സിറ്റീസ് ആൻഡ് ടൗൺസ് ആണ്. അവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. എങ്ങോട്ട് മടങ്ങിപ്പോവും? രാമയിലേക്ക്. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ച് അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. അപ്പോൾ അവിടെയാണ് വീട്, അവിടെയാണ് ന്യായപാലനം നടത്തുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഒരു കാര്യം കാണണമെങ്കിൽ കാസർഗോഡുകാരൻ എവിടെ പോകണം? ഇപ്പം തിരുവനന്തപുരത്ത് പോകണം. തലസ്ഥാനം അവിടെ അല്ലേ? അപ്പം അല്ല രാജ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ ന്യൂഡൽഹി. അതിനാണ് കേരള എക്സ്പ്രസ് ഒക്കെ ഇട്ടേക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എല്ലാ ദിവസവും ഡൽഹിയിൽ വന്ന് പ്രശ്നം തീർത്ത് പോരട്ടെ. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനേക്കാൾ എളുപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് ചുറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ കോടതി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് എന്തിനാ ഹൈക്കോർട്ട് വെച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് വേണം. അപ്പോൾ ഇവിടുത്തെ ആൾ പറയുന്നത് ബെഞ്ച് തരികയില്ല, ബെഞ്ച് ഇവിടെ തന്നെ ഇടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിതൊക്കെ വായിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ജനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ ഭരണം ലഭിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നങ്ങളൊക്കെ, അന്ന് യാത്രാ സൗകര്യങ്ങളും മറ്റും വളരെ വിരളമായിരുന്നതുകൊണ്ട് എല്ലാവർക്കും രാമയിൽ വരിക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ദേശത്ത് ചുറ്റി സഞ്ചരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മൊബൈൽ കോടതി നമ്മുടെ സർക്കാരിൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇതൊക്കെ നേരത്തെ തന്നെ ബൈബിളിൽ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അങ്ങനെ തന്നെയാണ്. ദൈവം അവിടെ തന്നെ ഇരിക്കാതെ ഇവിടെ വന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും നമ്മുടെ കൂടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ജനകീയനാണ് ദൈവം. ജനകീയനാണ് ശമൂവേൽ അല്ലേ? നിങ്ങൾ വിചാരിച്ചത് ഉമ്മൻചാണ്ടിയൊക്കെയാണ് ജനകീയ മുഖ്യമന്ത്രി. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ശമൂവേലിനെ കണ്ടിട്ടായിരിക്കണം ഇവരൊക്കെ ഈ പരിപാടികൾ പഠിച്ചതെന്നാണ് എൻ്റെ വിചാരം. ഏതാണെങ്കിലും നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശമൂവേലിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം വിവിധ പട്ടണങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളെ കൂട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി സർക്യൂട്ട് കോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്. നമുക്കൊരു മോഡലാണത്. നമ്മളെല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ഒരു ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ നമുക്കിവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്ന് പ്രസംഗം കേട്ടോണമെന്നല്ല. നമ്മളും അവരുടെ ഇടയിലേക്ക് എന്ത് ചെയ്യണം? ഇറങ്ങി ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് വരാൻ പറ്റാത്തവർ കാണും, അവരുടെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് ചെന്ന് ശമൂവേലിൻ്റെ നല്ല മാതൃക നമ്മൾ അനുകരിക്കേണ്ടതാണ്. അങ്ങനെയാണ് ശമൂവേൽ ജനത്തിന് ന്യായപാലനം ചെയ്തിരുന്നത്. എന്നാൽ നമ്മൾ 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കാം. 22 വരെയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. അതോടുകൂടി ശമൂവേലിന്റെ ദൗത്യം തീരുകയാണ്. അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേലിനോട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. അപ്പം ന്യായാധിപന്മാരുടെ ഭരണത്തിൽ നിന്ന് പതുക്കെ എങ്ങോട്ട് കാര്യങ്ങൾ മാറുന്നു? രാജഭരണത്തിലേക്ക്. അപ്പോൾ അധ്യായം മാറുന്നു. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. ആളുടെ പ്രാധാന്യം പോയി നമ്മൾ അടുത്ത ആളിലേക്ക് മാറുകയാണ്. എന്നാൽ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവനോട് നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങൾ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. അതവരുടെ ഡിമാൻഡാണ്. 7-ാം വാക്യം 8-ാം അധ്യായത്തിൽ. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്ത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക.
അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെ അത്രേ ത്യജിച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തെ ത്യജിച്ചു. അവർക്ക് ചുറ്റുമുള്ള ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ നിയമിച്ചു കൊടുക്കാൻ ദൈവം അനുവാദം കൊടുത്തു. ബേസിക്കായിട്ട് ഈ ദൗത്യങ്ങളാണ് ആര് ചെയ്തത്? ശമൂവേൽ ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കി സെൽഫ് സ്റ്റഡിക്കായിട്ട്, സ്വയം പഠനത്തിനായിട്ട് വിടുകയാണ്. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഒരു കാര്യം മാത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോമിസ് ചെയ്തത് പറഞ്ഞു തരാൻ താല്പര്യപ്പെടുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിലും ഇതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും വലിയ തലവേദനയായിട്ട് വർത്തിച്ചത് ഫെലിസ്ത്യരാണ്. അതുകൊണ്ട് ഫെലിസ്ത്യരെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇനി മുമ്പോട്ട് നമ്മൾ പോകുമ്പോഴും ഫെലിസ്ത്യർ ഒരു വലിയ പ്രശ്നമാണ്. ഇന്നും യഹൂദന്മാർക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫെലിസ്ത്യർ ആണ്. അപ്പോൾ ഈ ഫെലിസ്ത്യർ ഈ ദൈവജനവും തമ്മിൽ ഇങ്ങനെ വൈരാഗ്യം ഉണ്ടാകാനായിട്ട് എന്താണ് കാരണം എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. വചനം അത് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ എന്ത് തരം ആളുകളായിരുന്നുവെന്നും എന്തുകൊണ്ടാണ് ഇവരും. നമ്മൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെന്ന് ഉള്ള ഭാവത്തിൽ ഇരിക്കുന്നത് ചോദ്യം വരുമെന്ന് പേടിച്ചിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ചോദ്യം ചോദിക്കുന്നു, ഇമ്പോസിഷൻ തരുന്നു, ഇറക്കി വിടുന്നു ഒന്നുമില്ല. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചപ്പോൾ ചില കാലഘട്ടങ്ങളിലേക്ക് ഇവരിങ്ങനെ അടിമത്തത്തിൽ പോയി എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അതിൽ 2 പ്രാവശ്യം വരെ അടിമത്തത്തിലാക്കിയത് ഫെലിസ്ത്യരാണ്. ഏതാണ്ട് 40 കൊല്ലമൊക്കെ ഉള്ള വലിയ നീണ്ട കാലഘട്ടം. അപ്പോൾ ഫെലിസ്ത്യർ ഇവർക്ക് സ്ഥിരം ഒരു തലവേദനയായിരുന്നു. ഇവിടെയും ഫെലിസ്ത്യരാണ് ശല്യം ഉണ്ടാക്കുന്നത്. ഇനി ദാവീദിൻ്റെ രാജഭരണ കാലഘട്ടത്തിലും ഒരു മല്ലനായ ഗോലിയാത്ത് വന്നു നിന്നു. എവിടുന്നാണ് വന്നത്? ഫെലിസ്ത്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഫെലിസ്ത്യർ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പ്രത്യേകം പഠിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്കൊരു സൂചന, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കേണ്ട വിഷയങ്ങൾ എന്ന തരത്തിൽ പഠിക്കാനായിട്ടൊരു സൂചന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ചില വാക്യങ്ങൾ മാത്രം വായിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം, ഇവരുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടെന്ന് ആ പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഫെലിസ്ത്യരുടെ ഉൽപ്പത്തിയും എവിടെയുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി 10-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. മിസ്രൈമോ, ലുദീം, അനാമീം, ലഹാബീം, നഫ്തുഹീം, പത്രൂസീം, കഹ്ലുഹീം, ഇവരിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അപ്പം അതിൻ്റെ ഉൽപ്പത്തി എവിടെയാണെന്നുള്ളത് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ഞാനൊരു ഗൈഡ് ലൈൻ തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ കുറേ ജാതികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പലതും നിങ്ങൾക്ക് വഴങ്ങിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഈ ജിനിയോളജി വംശാവലി വായിക്കുകയാണെങ്കിൽ ആ പേരൊക്കെ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് ഗ്രഹിക്കാൻ സാധിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അപ്പോൾ ഉത്ഭവം അവിടെയാണെങ്കിൽ പിന്നെ ബാക്കി ആ പേരുമൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ പഠിക്കാമല്ലോ. 1 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ലഹാബീം, നഫ്തുഹീം, പത്രൂസീം, കഹ്ലുഹീം, ഇവരിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. അപ്പോൾ ഈ ഇവരുടെയൊക്കെ ഉൽപ്പത്തി വീണ്ടും ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദം മുതലുള്ള കാര്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദം മുതൽ. അപ്പോൾ ആദം മുതലുള്ള കാര്യങ്ങൾ ജീനിയോളജിക്കലായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതേ കാര്യം എവിടുന്ന് ഉത്ഭവിച്ചു എന്നുള്ള കാര്യം വീണ്ടും എവിടെ പറയുന്നുണ്ട്? 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ 21-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം. അബ്രഹാം കുറേ കാലം ഫെലിസ്ത്യരുടെ ദേശത്ത് പാർത്തു. അബ്രഹാം കുറേ കാലം ഫെലിസ്ത്യരുടെ ദേശത്ത് പാർത്തു. 26-ാം അധ്യായം ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. കണ്ടോ? അപ്പോൾ ഫെലിസ്ത്യരുടെ പ്രവർത്തനങ്ങൾ പതുക്കെ പുറത്തേക്ക് വരികയാണ്. അബ്രഹാം ആ നാട്ടിലാണ് പാർത്തത്. പക്ഷേ അബ്രഹാമിനോട് അത്രയും കുഴപ്പമുണ്ടാക്കിയില്ല. ഇസഹാക്കിൻ്റെ അടുത്ത് അവർ കുഴപ്പമുണ്ടാക്കുന്ന നമുക്ക് കാണാം. അടുത്ത വാക്യം കൂടെ വായിക്കാം. 14. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞു. അപ്പോൾ ഫെലിസ്ത്യർ എന്താ ചെയ്തതെന്നുള്ളത് അവിടെ നമ്മൾ നേരത്തെ ഉൽപ്പത്തി പുസ്തകം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ന്യായാധിപന്മാർ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കുനിഞ്ഞിരുന്നു. പിന്നെ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഉൽപ്പത്തി പുസ്തകം പഠിച്ച സമയത്ത് നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് പഠിച്ചത് പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം കിണർ കുഴിച്ചു എന്നുള്ളതാണ്, അല്ലേ? അദ്ദേഹം കിണർ കുഴിച്ചിടത്തെല്ലാം വെള്ളം കണ്ടു. അബ്രഹാമിൻ്റെ ജീവിതം 3 വാക്കുകളിൽ, ഇസഹാക്കിൻ്റെ ജീവിതം 3 വാക്കുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതം 3 വാക്കുകളിൽ എന്തൊക്കെയാണ്? കൂടാരം, യാഗപീഠം, യാത്ര. വെരി ഗുഡ്.
സ്കോർ ചെയ്തിരിക്കുന്നു. നല്ല കുട്ടികളും ഉണ്ട് ഇതിനകത്ത് പഠിക്കുന്ന. പിന്നെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പഠിപ്പിസ്റ്റ് കുട്ടികളും ഉണ്ട്. ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ 3 വാക്കുകൾ ഏതൊക്കെയാണ്? 2 കോമൺ ആണല്ലോ, കൂടാരം, യാഗപീഠം, കിണർ ഉണ്ടോ? അപ്പം നന്നായിട്ട് പഠിക്കുന്ന ആളുണ്ട്. വെരി ഗുഡ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ കിണർ നിരന്തരം കുഴിക്കുക എന്നുള്ളത് ഇസഹാക്കിൻ്റെ ജോലിയും, മൂടുക എന്നുള്ളത് ഫെലിസ്ത്യരുടെ. അപ്പോൾ അനുഗ്രഹം ജനത്തിന് ഉണ്ടാകരുത്. വെള്ളം ഉള്ളിടത്താണ് ജനങ്ങൾ താമസിക്കുന്നത്. ജനാവാസ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് ജലസ്രോതസ്സുകളിലാണ്. അപ്പോൾ അത് അവൈലബിൾ ആക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നു, അത് മൂട്ടിക്കളയാൻ വേറൊരാൾ ശ്രമിക്കുന്നു. ലോകത്തിന് അനുഗ്രഹം കൊടുക്കാനായിട്ടാണ് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തേക്കുന്നത്. അവർ അവിടെ പ്രവർത്തിക്കരുത്, അവർ നശിച്ചു പോകണം എന്ന് വേറൊരു കൂട്ടം ആളുകൾ അപ്പോൾ ഇവരാരുടെ ആളുകളാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ഉൽപ്പത്തിയും ഇവരുടെ പ്രവർത്തന ശൈലിയും ഇവരെ നിയന്ത്രിക്കുന്നതൊക്കെ ആരാണെന്ന് പിടികിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പം വീണ്ടും നമുക്ക് ഇവരുടെ പ്രയാണത്തിൽ ദൈവം ചെയ്ത ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ദൈവം അവരെ എതിലെ കൊണ്ടുപോയില്ല? ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടി കൊണ്ടുപോയില്ല. കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനേയും? ഈ ഫറവോൻ്റെ സൈന്യം വരുന്നതിന് മുമ്പ് തന്നെ ഇവർ പ്രശ്നം ഉണ്ടാക്കിയേനെ. ജനം ആ തുടക്കത്തിലെ യുദ്ധം കാണുമ്പോഴത്തേക്ക് മനസ്സ് മടുത്ത് ഇല്ലേ, അല്ലാഞ്ഞിട്ട് തന്നെ യുദ്ധമൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞു, വേണമെങ്കിൽ ഞങ്ങൾ ചെങ്കടലിൽ നീന്തി കടന്നോളാം, എന്നാലും ഞങ്ങൾക്ക് മിസ്രൈമിൽ പോയാൽ മതിയെന്ന്. നീന്തി കടന്നോളാം എന്ന് പറഞ്ഞ വാക്ക് എവിടെയാണെന്നാണ് ചിലർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവർ മനസ്സുകൊണ്ട് മിസ്രൈമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് ദുർഘടമാണെങ്കിലും കുഴപ്പമില്ല, ഇവിടം വേണ്ട, ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും മടങ്ങി. കാരണം അവിടെ മീനുണ്ടായിരുന്നു, അവിടെ സാലഡ് ഉണ്ടായിരുന്നു, അവിടെ മത്തങ്ങ ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? ഉള്ളിക്കാണെങ്കിൽ ഇപ്പോൾ തീ പിടിച്ച വിലയും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഗതികേടായതിനേയും ഇവരെതിരെ കൂടെ പോയിരുന്നെങ്കിൽ. കാരണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഫെലിസ്ത്യരുടെ ഉള്ളിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇരിപ്പുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. അപ്പോൾ നമ്മോട് പോരാടണമെങ്കിൽ നമുക്ക് സമാധാനത്തിലിരിക്കാൻ ആഗ്രഹിച്ചാലും വഴക്കുണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? ഇസ്രായേൽ മക്കൾ അങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ പോയെന്നല്ല പറഞ്ഞേക്കുന്നത്, നിങ്ങളാൽ ആവോളം എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ചിലരോട് നിങ്ങൾ സമാധാനം ആകാൻ ചെന്നാലും നിൻ്റെ സമാധാനമൊന്നും വേണ്ടാന്ന് പറയുന്നവനും കാണുമെന്ന്. നിങ്ങളങ്ങനെയുള്ളവരൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ഈ ഫെലിസ്ത്യർക്ക് ആ ഒരു നേച്ചറുണ്ട്, മാർഷ്യൽ സ്പിരിറ്റ് എന്ന് പറയും. അവർക്ക് എങ്ങനെയാണെങ്കിലും ദൈവജനത്തോടും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളോടും നിരന്തരം എതിർപ്പാണ്, അതിനെ നശിപ്പിക്കാനായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെക്കുറിച്ച് പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ സങ്കീർത്തന പുസ്തകം 83-ൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ. 7-ാം വാക്യമാണ് കീ. ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മിണ്ടാതിരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. ഗുപ്തന്മാരെന്ന് പറഞ്ഞാൽ ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ നേരെ പോലും ദുരാദായം. ദൈവം ചിലരൊക്കെ അങ്ങനെ മിനുക്കി അമ്പാക്കി പൂണിയിൽ മറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഗുപ്തന്മാരെന്ന് പറയുന്നത്. അവരുടെ നേരെയും ദുരാദായം. വാക്യം 7 വരെ വായിക്കണം. വിചാരിക്കുന്നു, എളിയവനും വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം. അവർ പറയുന്ന കാര്യമാണ്, വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ചു. നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇശ്മായേലുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗര്യരും കൂടെ ഹെഗാലും അമോന്യരും അമാലേക്കും ഫെലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അപ്പം ഈ സഖ്യതയിൽ ചേർന്ന ആളുകളുടെ എല്ലാം പേരവിടെ ഉണ്ട്, ലിസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വചനം പഠിക്കുമ്പോൾ ദൈവജനത്തിനെതിരായി പ്രവർത്തിച്ച ആളുകളെ എല്ലാം കൂടെ കിട്ടണമെങ്കിൽ ഈ സങ്കീർത്തനം വായിച്ചാൽ മതി. 6-7 വാക്യങ്ങളിൽ ദൈവജനത്തിനെതിരായി പ്രവർത്തിച്ച എല്ലാ ജാതികളുടെയും ജനതകളുടെയും ലിസ്റ്റ് അവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്? ഫെലിസ്ത്യർ. ആരും ശ്രദ്ധിച്ചില്ലേ? ഒന്നുകൂടെ 6-7 വാക്യം വായിച്ചു. ഏദോമ്യരുടെയും ഇശ്മായേലരുടെയും കൂടാരങ്ങളും. ഏദോമ്യർ, ഇശ്മായേലിയർ, മോവാബ്യരും ഹഗര്യരും കൂടെ ഗെബാലും അമോനും അമാലേക്കും ഫെലിസ്ത്യ ദേശവും. ഇതിൽ ചിലരെയൊക്കെ നമ്മൾ കാണാൻ പോവാ. കാരണം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ ഇവർ ചിലരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് പരിചയിച്ചോട്ടെന്ന് വെച്ചിട്ടാണ് ഞാനിതൊക്കെ വായിപ്പിക്കുന്നത് കേട്ടോ. ഇത്ര ഗൗരവമാണോ നിങ്ങൾ വിചാരിച്ചാൽ ഇനി അമാലേക്ക്,
അസ്തോദ്യര്, ഇല്ലേ, നമ്മൾ ഫെലിസ്ത്യര്, ഇങ്ങനെയുള്ളവരോടൊക്കെ ശൗലൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന കാര്യം ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നേരം ഇങ്ങനെ നമ്മൾ വായും പൊളിച്ചതൊക്കെ ആരാണ് ഏതാണെന്ന് വിചാരിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ ആളുകളെല്ലാം കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ എതിരെ, ദൈവജനത്തിനെതിരെ സഖ്യത ചെയ്തു. എന്താണ് അവർ പറഞ്ഞത്? ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ ജനം ഇങ്ങനെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഇവരെ ഇവിടുന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇതാണ് അപ്പോൾ ഈ ഒരു കോസ്മിക് കോൺഫ്ലിക്റ്റ് നമ്മളിനി വെളിപ്പാട് ദിവസം വരെ പോകുമ്പോഴും ഈ കാര്യം കാണാനുണ്ട്. ദൈവവും പിശാചും, അല്ലെങ്കിൽ ദൈവജനവും പിശാചിൻ്റെ ജനവും തമ്മിലുള്ള ഒരു നിരന്തര സംഘട്ടനം, നിരന്തര യുദ്ധം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കീ റോൾ പ്ലേ ചെയ്ത ആളുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ലിസ്റ്റുകാരൊക്കെ. അപ്പോൾ അതിന് ഇവർക്ക് ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? എന്തായിരുന്നു ഫെലിസ്ത്യരുടെ കുഴപ്പം? ദൈവജനത്തിന് ദൈവശക്തി കൊടുക്കുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടിയത്? അതാണ് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ അവിടെ പോകണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. യെശയ്യാവ് 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും. പൂർവ്വദേശക്കാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈസ്റ്റേൺ കൺട്രീസ്. ഈസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ. ഇന്ത്യയൊക്കെ ഈസ്റ്റേൺ കൺട്രീസ് ആണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഇവിടെയാണ് മന്ത്രവാദവും കൂടോത്രവും ആഭിചാരവും വിഗ്രഹാരാധനയും എല്ലാം. ഇപ്പം മറ്റിടത്തേക്കും പോയിട്ടുണ്ട്, പക്ഷെ പോയതൊക്കെ പൂർവ്വദേശത്ത് നിന്നാണ് പോയിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിൽ വെച്ചോണ്ട്, ഈ പൂർവ്വദേശം ഇപ്പോൾ ഏത് ദേശമാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നുള്ള മട്ടിലാണ് നിങ്ങൾ പലരും ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും. അപ്പോൾ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞു. അത് നിറയരുതെന്നാണ് ദൈവം തൻ്റെ ജനത്തെ പഠിപ്പിച്ചത്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് കുറേ പൂർവ്വദേശക്കാരായ ജാതികളെ നിങ്ങൾ കാണും, അവരുടെ മര്യാദകളെ നിങ്ങൾ പഠിക്കരുത്. ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? പുസ്തകം പഠിച്ചപ്പോൾ ഞാൻ അതും പഠിക്കരുതെന്ന് നിങ്ങൾ തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പൂർവ്വദേശക്കാരുടെ ഈ അനാചാരങ്ങൾ അല്ലേ, മുഹൂർത്തം നോക്കുക, രാഹുകാലം, ഗുളികകാലം, ആഭിചാരം, മന്ത്രവാദം, മുഹൂർത്തക്കാരൻ, അഞ്ജനക്കാരൻ, ഇതൊക്കെ പണ്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആവർത്തന പുസ്തകം പഠിച്ചപ്പോൾ ദൈവം ഡീറ്റെയിൽഡായിട്ട് ലിസ്റ്റ് ചെയ്തതും ഞാൻ പുറപ്പാട് മുതൽ പ്രവാചകന്മാരുടെ പുസ്തകം വരെ ഇത് കിടക്കുന്നതെല്ലാം കൂടെ പെറുക്കി തന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നു. നിങ്ങളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ വല്ലതും എഴുതി വെച്ചാൽ മതി. ആവർത്തന പുസ്തകത്തിൻ്റെ നോട്ട് നോക്കുക, നോട്ട് എഴുതുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇതെല്ലാം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ എന്തൊക്കെയാണ് ഈ ആളുകൾ അന്യദൈവങ്ങളോടുള്ള ബന്ധത്തിൽ ചെയ്തിരുന്നതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മളിങ്ങോട്ട് പഠിച്ച് വന്ന കൂട്ടത്തിൽ ഒരു അനുഗ്രഹിക്കാൻ വന്ന പ്രവാചകൻ ശപിക്കാൻ പോയ കാര്യമൊക്കെ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് അവസാനം പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? അദ്ദേഹം പ്രവാചകനല്ല പ്രശ്നക്കാരനായിരുന്നു. ഇപ്പോൾ ഇവിടെയും പറഞ്ഞത് എന്താണ്? ഫെലിസ്ത്യരെന്ന എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണോ? ആരും മറുപടി പറയുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല. ചിലർ അങ്ങനെ കാരണം ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെയാണ്. ഇവർ ഇസ്രായേൽ മക്കൾക്ക് എപ്പോഴും തലവേദനയായിരുന്നു, പ്രശ്നം. അതല്ല, നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ച് നോക്കണം. സൂത്ത് സേയേഴ്സ്. അവർ സൂത്ത് സേയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നം വെക്കുന്നവർ, ആഭിചാരം ചെയ്യുന്നവർ, മന്ത്രവാദം ചെയ്യുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥ ദൈവത്തിൽ ആശ്രയിക്കാതെ അന്യദൈവങ്ങളിൽ, ജാതീയ ആചാരങ്ങളിൽ മേജർ ചെയ്യുന്നവർ, അതിലേറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് അന്യദൈവങ്ങളെ വിളിച്ചു വരുന്നവർ. അഞ്ജനക്കാരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നവൻ. അങ്ങനെ നമ്മളതൊക്കെ കാണാൻ പോവാണ്. നമ്മുടെ ശൗൽ രാജാവ് അവസാനം എന്ത് ചെയ്തു? വെളിച്ചപ്പാടത്തി അടുക്ക പോയി മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി. ഇപ്പം ഞങ്ങൾ ചോദിക്കാനിരിക്കുകയാണ്, അത് ശമൂവേൽ തന്നെ ആയിരുന്നോ എന്നൊക്കെ ചിലരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതാണെങ്കിലും അങ്ങനെയുള്ള അന്യ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന അഞ്ജനക്കാരനും നെക്രോമാൻസർ എന്ന് പറയും. ഇതുപോലത്തെ ഒരുപാട് തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കുന്ന വൈറ്റ് മാജിക്കും ബ്ലാക്ക് മാജിക്കും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പ്രയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു നേതൃത്വം കൊടുത്തിരുന്ന രാജ്യമാണ് ആര്? ഫെലിസ്ത്യർ. അതുകൊണ്ടാണ് അവരെ സൂക്ഷിക്കണം, അവർ കുഴപ്പമുണ്ടാക്കും, നമുക്ക് അവരോട് പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു പൈശാചിക അന്യ ആത്മാവിൻ്റെ വ്യാപാരം ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്ന ആളുകളാണ്. അങ്ങനെയാണ് അവരെ പലപ്പോഴും തെറ്റിച്ച് കളഞ്ഞത്.
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അരാമ്യർ കിഴക്കും ഫെലിസ്ത്യർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രായേലിനെ വായ് പിളർന്ന് വിഴുങ്ങുകയും. കണ്ടോ, അവർ ഇസ്രായേലിനെ വാ പിളർന്ന് വിഴുങ്ങുകയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അവന്റെ കൈ ഇനിയും, കണ്ടോ, ഇസ്രായേലിന് നേരെയുള്ള കോപം അവർക്കൊരിക്കലും അടങ്ങുന്നില്ല. വാ പിളർന്ന് വിഴുങ്ങിക്കളയാനോ കൈ കൊണ്ട് അടിച്ചു കൊല്ലാനോ എങ്ങനെയെങ്കിലും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ് ഫെലിസ്ത്യരിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. സമുദ്ര തീരവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യ ദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. ഫെലിസ്ത്യർ എവിടെ വസിച്ചിരുന്നത്? കനാൻ ദേശത്താണ്. കനാന്റെ ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ചോ? ഫെലിസ്ത്യ സമുദ്ര തീരവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിസ്ത്യ ദേശമായ കനാനെ, ഫെലിസ്ത്യ ദേശമായ കനാനെ. അപ്പോൾ കനാനിലുള്ള അന്യജാതികളെ മുഴുവൻ നീക്കിക്കളയണമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അതിൽ പെട്ടതാണ് ആര്? ഇവരെ നീക്കിക്കളഞ്ഞില്ല. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ അവരെ നീക്കിക്കളഞ്ഞില്ല എന്ന് 1-ാം അധ്യായത്തിൽ ഞാൻ വായിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ ഇവരെയും എന്ത് ചെയ്തില്ല? അതാണ് അവർ ചെയ്ത അബദ്ധം. അതുകൊണ്ട് നമുക്കെന്ത് തീരുമാനിക്കാം? ഇവരെ നീക്കിക്കളഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കാം, അല്ലേ? നമ്മളെന്ത് തീരുമാനിക്കണം? ഫെലിസ്ത്യരെ നീക്കിക്കളയണം. എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. ഇവരെ നീക്കിക്കളയണം. കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ജനത്തിനൊരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. ദൈവജനത്തിന് മുന്നേറ്റം ഇല്ലാതിരിക്കുന്നത് നമ്മെ വിഴുങ്ങിക്കളവാൻ തക്കവണ്ണം നമ്മെ മുന്നേറാൻ. എൻ്റെ ഈ പിശാചിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഡെവിളെന്നും സൈറ്റനെന്നും അർത്ഥമുണ്ട്. പ്രതിയോഗിയും അപവാദിയും. പ്രതിയോഗി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വിടാത്തവൻ, അവൻ നമ്മുടെ മുമ്പിൽ കയറി നിൽക്കും. അപവാദി എന്ന് പറഞ്ഞാൽ അപവാദം പറഞ്ഞ് നമ്മളെ എങ്ങനെയെങ്കിലും, അല്ലേ, രാപ്പകൽ ദൈവസന്നിധിയിൽ നമ്മൾ അപവാദം പറയുന്ന സാത്താൻ, പിശാച്. സാത്താനും പിശാചും. പ്രതിയോഗി, അപവാദി, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകിൽ നമ്മളെ അപവാദം പറഞ്ഞ് മനസ്സ് മടുപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രതിയോഗിയായിട്ട് തടസ്സമായിട്ട് കയറി നിന്ന് മുന്നോട്ട് വിടാതിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? സർവായുധവർഗം ധരിച്ച് ഉറച്ചു നിന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അല്ലെങ്കിൽ ദാവീദ് കാണിച്ചതുപോലെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു കല്ലുകൊണ്ട് ഒരു ഏറ്. അപ്പം ദാവീദിൻ്റെ 5 കല്ലുണ്ടായിരുന്നു. ഒരു കല്ല് വിശ്വാസം, അടുത്ത കല്ല് സ്നേഹം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പ്രസംഗിച്ചൊക്കെ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അതൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കല്ല് ദൈവത്തിൻ്റെ നാമമായിരുന്നു. ഞാൻ വരുന്നത് സാധാരണ 5 കല്ലെടുത്തെന്നുള്ളതേ ഉള്ളൂ. അത് വിശ്വാസവും പ്രത്യാശ സ്നേഹമൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാസ്റ്റർമാർ പിന്നെ പ്രസംഗ വിഷയം 5 പോയിൻ്റ് വേണ്ടതിന് 5 കല്ലിനെ 5 പോയിൻ്റാക്കിയൊക്കെ മാറ്റി പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിലാണ് വീണതെന്ന് എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരു കല്ലേ ഉപയോഗിച്ചുള്ളൂ. ആ കല്ല് എന്തായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ കല്ല് മാത്രം കൊണ്ടുനടന്നാൽ മതിയായിരുന്നു. ഈ 5 കല്ല് വേണ്ടായിരുന്നല്ലോ. അത് പോട്ടെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൻ്റെ കസർത്തുകളാണ്. നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിന്ദിച്ച യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിൻ്റെ നേരെ വരുന്നത്. അപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഏത് പിശാചിനെയും നേരിടുവാനും അവനെ നീക്കിക്കളയുവാനും സാധിക്കും. നീക്കിക്കളയാന്ന് പറഞ്ഞാൽ നമ്മുടെ വഴിയിൽ നിന്ന് നീക്കി കളയാനായിട്ട് സാധിക്കും. എന്നിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സെക്കരിയ 9:6 കൂടെ വായിക്കാം. സെക്കരിയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അസ്തോദിൽ ഒരു കൗലയുടെ ജാതി പാർക്കും, ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. അപ്പോൾ ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ, ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. അപ്പോൾ അവർ ഗർവിഷ്ഠന്മാരാണ് എന്ന് പറഞ്ഞിരിക്കണം. അവർക്കുള്ളത് അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഗർവിഷ്ഠന്മാർ, അഹന്തയുള്ളവർ എന്നുള്ളതാണ്. ദൈവം നിഗളികളോട്, അഹന്തയുള്ളവരോട്. അപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ അഹങ്കരിക്കേണ്ട. നമ്മൾ താഴ്മയുള്ളവരായി ദൈവത്തിൻ്റെ കൈ കീഴിൽ താണിരിക്കുകയാണെങ്കിൽ ഈ ഗർവിഷ്ഠന്മാരെ ദൈവം തന്നെ എന്ത് ചെയ്ത് കളയും? തകർത്ത് കളയും. ഞാനിപ്പോൾ ഇത്രയും വാക്യങ്ങളെ ഫെലിസ്ത്യരോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ശ്രമിച്ചാൽ ഫെലിസ്ത്യരെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിന്ന് ശൗലിലേക്ക് പ്രവേശിക്കുന്നില്ല. നമുക്ക് സമയം തീരുന്നത് കൊണ്ട് ശമൂവേലിൻ്റെ പഠനം കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ശൗലിനെയും ദാവീദിനെയും നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ പഠനം ഇച്ചിരി നീണ്ടുപോകും തോന്നുന്നു. കാരണം 1 ശമൂവേൽ ഒരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ ഒക്കെ തീരുമെന്ന് വിചാരിച്ചിട്ട് തീരുന്നില്ല. കാരണം ഇനിയുള്ള ക്ലാസ്സുകൾ പലതും ഇങ്ങനെയുള്ള ആളുകൾ കുറേ വരുന്നത് കൊണ്ട്. പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ച് സ്പീഡ് കൂടി നമുക്ക് ഓട്ടത്തിൽ വണ്ടി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഏതാണെങ്കിലും
ശമൂവേലിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫെലിസ്ത്യരെ നേരിടുന്നതിലാണ് ശമൂവേൽ വിജയം കണ്ടതും ശൗൽ പരാജയപ്പെടുന്നതും. ഇനി നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ദാവീദിൻ്റെ ഒക്കെ വിജയം, അവർക്കെല്ലാം തലവേദനയായിട്ട് വന്നൊരു കൂട്ടം ആളുകളാണ് ആര്? ഫെലിസ്ത്യർ. അവരെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് 7-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ വരികയാണെങ്കിൽ, എന്താണ് ശമൂവേൽ ഈ ജനത്തോട് ഇങ്ങനെയുള്ള ശത്രുക്കളെയൊക്കെ നേരിടാനായിട്ട് ഇവർ സജ്ജരാകേണ്ടതിന് എന്താണ് ശമൂവേൽ അവർക്ക് ഉപദേശം കൊടുത്തതെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ, ശ്രദ്ധിക്കണേ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കും. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഫെലിസ്ത്യർ ആരാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവരുടെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കണം, നമുക്കവരെ നീക്കിക്കളയാൻ പറ്റും എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ശമൂവേൽ അവർക്ക് കൊടുത്ത വാഗ്ദാനം, അവരോട് പറഞ്ഞ ദൈവവചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ്. എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, 7:3 നമ്മളിപ്പോൾ വായിക്കുന്ന 1 ശമൂവേൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ഓൾ റൈറ്റ്. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഒരു യാത്രയിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഫെലിസ്ത്യരെ നീക്കിക്കളയണം, ശത്രുവിനോട് പോരാട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളായാലും ബൈബിൾ ക്ലാസ്സൊക്കെ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ എല്ലാം ശരിയാണ്, ഈ പറയുന്ന ഒന്നും ഞങ്ങളെ സംബന്ധിച്ചല്ല, പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ പോയി പറയാം, അല്ലെങ്കിൽ വേറെ ചില ആളോട് പറയാം. ചിലർ പറയും രാവിലെ അവർ പോകാൻ പാടില്ലായിരുന്നു, ഉച്ചക്കത്തേയും കൂടി കേൾക്കേണ്ടതായിരുന്നു, അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. അപ്പം നമ്മളേതാണെങ്കിലും ഇതൊന്നും ബാധിക്കുന്നില്ല. ഞാൻ പല സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ പേരൻസിനിടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ സ്ത്രീകളായിരിക്കും വരുന്നത്. കാരണം പേരൻസ് മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്നതാരാ? സ്ത്രീകൾ. കാരണം സ്ത്രീയാണല്ലോ പേരൻറ്റ്. പുരുഷൻ ജോലിക്കൊക്കെ പോകാനുള്ള ആളായതുകൊണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു വിടും. മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ടീച്ചർമാർക്കൊക്കെ അറിയായിരിക്കും. ഈ പല അമ്മമാർ നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയും, സാറിൻ്റെ നല്ല ക്ലാസ്സായിരുന്നു, ഈ ക്ലാസ് ചേട്ടനും കൂടെ കേൾക്കേണ്ടതായിരുന്നു. ആര് കേൾക്കേണ്ടതായിരുന്നു? ചേട്ടൻ തന്നെ ഭർത്താവും കൂടി കേൾക്കേണ്ടതായിരുന്നു. എന്തോ ചെയ്യാൻ അദ്ദേഹം വന്നില്ല. അപ്പം ഞാൻ കേൾക്കേണ്ടതൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. ഞാനെല്ലാം ഓക്കെയാണ്. കുഴപ്പം മുഴുവൻ ചേട്ടൻ്റെ അടുത്തായിരുന്നു. ഇനി ചേട്ടന്മാർ വരുന്ന ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താ പറ്റും സംഭവിക്കുന്നത് അറിയാം. ചേട്ടന്മാരെന്ത് പറയും? ചേട്ടന്മാർ ഞാൻ ഭർത്താക്കന്മാരെ ചിലരും വന്ന് പറയും നല്ല ക്ലാസ്സായിരുന്നു, പക്ഷേ ആര് വരണമായിരുന്നു? എൻ്റെ ഭാര്യയും കൂടെ കേൾക്കേണ്ടതായിരുന്നു, എന്ത് ചെയ്യാനാ. അപ്പോൾ ചേട്ടനെ ആരും കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പം ആർക്കായി? ഭാര്യയ്ക്കായി. ഇനി വേറെ ചിലരും എന്ന് പറയും, സാർ പിള്ളേരെക്കുറിച്ചും പിള്ളേരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അത് പിള്ളേർ കേൾക്കേണ്ടതായിരുന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ കേൾക്കേണ്ടവരാരും ഇന്ന്. അപ്പോൾ എനിക്ക് അവസാനം ഒരു നിരാശയുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പ്രസംഗിച്ച മുഴുവൻ വേണ്ടാത്ത ഓഡിയൻസിനോടാണല്ലോ. വേണ്ടവരാരും. ഇങ്ങനെ സഭയെക്കുറിച്ചും ഇങ്ങനെ ഒരു കഥയുണ്ട്. ഉച്ചയാകുമ്പം കഥ കേട്ടാൽ നിങ്ങൾക്ക് കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ. ഒരു പാവപ്പെട്ട മനുഷ്യർ കൂടുന്ന ഒരു സഭയുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് മാത്രം സമ്പത്തും കാറും കൊടയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് ശക്തമായിട്ടൊന്ന് പ്രസംഗിക്കണം. ഈ ധനികൻ എന്നാലെങ്കിലും എന്തെങ്കിലുമൊക്കെ, ഒന്നും കൊടുക്കുന്ന ആളല്ല, കൊടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ പാസ്റ്റർക്ക് ഒരിക്കലും ധൈര്യമില്ല. ഒരു ദിവസം പാസ്റ്റർ വളരെ ധൈര്യം അവലംബിച്ച് ഒരു ഗിവിങ്ങിനെക്കുറിച്ച്, ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കി ശക്തിയൊക്കെ സംഭരിച്ചിരുന്നു. അന്ന് മഴ പെയ്തുകൊണ്ട് ഈ ധനികൻ ഒഴിച്ച് ആരും സഭയിൽ, കാരണം വേറെ ആർക്കും കുടയില്ല, വണ്ടിയില്ല, അവരാരും വന്നില്ല. അപ്പം അദ്ദേഹം വിചാരിച്ച് ഏതായാലും, കാരണം ഇയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. ഒരുക്കിയ പ്രസംഗം തകർത്ത് വെച്ചങ്ങ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഈ ധനികനായ മനുഷ്യൻ വന്ന് പാസ്റ്റർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് വണ്ടർഫുൾ മെസ്സേജ്, നല്ല ഒന്നന്തരം സന്ദേശമായിരുന്നു. പക്ഷെ പാസ്റ്ററെ കേൾക്കേണ്ടവരാരും വന്നില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും പ്രസംഗിക്കണം. അപ്പോൾ അതിൻ്റെ ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ഇവിടെ വചനം അനുസരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇത്ര അധികം അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം മറ്റുള്ളവരെയും, അപ്പോൾ ചുരുക്കം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കാണും. നമുക്ക് പൊതുവേ ഉള്ളൊരു ധാരണ ഐ എം ഓൾ റൈറ്റ്, വേറെ
ആളുകളാണ് എല്ലാം. ഞങ്ങളുടെ സഭ ഇങ്ങനെ കുഴപ്പമായി കിടക്കുന്നത് അവരൊക്കെ കാരണമാണ്. ആകെ ശരിയായിട്ടുള്ള ഒരാൾ ഇപ്പം എന്നോട് പിണക്കായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദേ തോട്ട് ദേ വെർ ഓൾ റൈറ്റ്. അപ്പോൾ അവിടെയാണ് ശമൂവേൽ അവരുടെ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുന്നത്. ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് പുട്ടവേ ഡു സംതിങ് അബൌട്ട് ഇറ്റ്, കട്ട് ഇറ്റ് ഓഫ് എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരാണെന്നുണ്ടെങ്കിൽ വൈ ആർ യു നോട്ട് കട്ടിങ് ഇറ്റ് അവേ, വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അവേ വിത്ത്. നിങ്ങൾ നീക്കിക്കളയേണ്ട പല സാധനങ്ങളും ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഇരിക്കെ നിങ്ങൾ എല്ലാം കറക്റ്റാണ്, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ നീക്കിക്കളയേണ്ട അനേക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കെ ഞാൻ ഓക്കെ ആണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇസ്രായേൽ മക്കളെക്കാൾ ഒട്ടും ഭേദമല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിൻ്റ് ചെയ്യാതെ ഇത് അവൻ കേൾക്കേണ്ടതായിരുന്നു, ഇവൻ കേൾക്കേണ്ടതായിരുന്നു, മറ്റവരായിരുന്നു മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നതിന് പകരം ഇവിടെ അദ്ദേഹം പറയുന്നത് ബിസിനസ് ഈസ് ബിസിനസ്. ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നീ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ ഗൗരവത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ നീ അത് ചെയ്യണം. അല്ലാതെ എല്ലാം കുഴപ്പമില്ല, ഇങ്ങനെ പോയാലും സാരമില്ല എന്ന് വിചാരിച്ചാൽ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഇമോഷൻ. ആത്മീയത എന്ന് പറയുന്നത് വൈകാരികതയല്ല. പലപ്പോഴും ആത്മീയ ഗോളത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വൈകാരികമായിട്ട് നമ്മളെ ഇളക്കാനും വൈകാരികമായിട്ട് നമ്മളെ കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിക്കുവാനും അതിനാണ് അനക്കം, ഇളക്കം, ഉണർവ് എന്നൊക്കെ ആളുകൾ പറയുന്നത്. എൻ്റെ ചില CD-കൾ കണ്ടിട്ട് എൻ്റെ തന്നെ ബന്ധുവായ ഒരു പാസ്റ്റർ പറഞ്ഞു എന്നോട്, സാറിൻ്റെ പ്രസംഗം വളരെ നല്ലതാണ്, ചിന്തിപ്പിക്കുന്നതാണ്, ഒത്തിരി നല്ല കാര്യം, പക്ഷെ ഒരു ഉണർവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ എന്നെ എൻ്റെ അനിയനാണ് കേട്ടോ, തീരെ പ്രായം കുറഞ്ഞ, മോൻ എന്നെ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അല്ല, ഈ പ്രസംഗിച്ച് പോകുമ്പോൾ ആളുകളൊക്കെ ഇടയ്ക്ക് ഒരു സ്തോത്രവും ഒരു ഹല്ലേലിയായും ഒരു കൈ ഒന്ന് അടിച്ചൊന്ന് ഇളക്കുകയും, ഞാൻ ചോദിച്ചു സ്റ്റാൻഡൊക്കെ മറിച്ചിട്ട് അല്ലേ, അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നല്ല ഉണർവുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഒറ്റയാണ് സ്തോത്രം പറയരുതെന്ന്? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ റൂളിങ് വന്നിട്ടുണ്ടോ ഇവിടെ ആരും സ്തോത്രം പറയാൻ പാടില്ല? എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പൂട്ടിന് തേങ്ങ വെക്കുന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇവിടെ സ്തോത്രത്തിൻ്റെയും ഹല്ലേലൂയയുടെയും, പക്ഷേ ദൈവത്തിനറിയാം ഇത് മുഴുവൻ തട്ടിപ്പാണെന്ന്. കാരണം ഈ പറഞ്ഞത് മുഴുവൻ ആര് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ? സാറ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഉണ്ടാക്കിയ ഉണർവാണ്, ഉണർന്ന ഉണർവല്ല. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത്? പ്രസംഗകൻ ഉണ്ടാക്കുന്ന ഒരു ഉണർവല്ല വേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണർവുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്തോത്രം പറയാം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ഓരോരുത്തരൊക്കെ, പിന്നെ എല്ലാവരും പറയാത്തതുകൊണ്ട് ഇത്തിരി ശബ്ദം താത്തിയാണെങ്കിലും സ്തോത്രം പറയുന്നവരെ എനിക്കിവിടെ നിന്നാൽ കാണാം. അതെത്ര ശബ്ദം കുറഞ്ഞ സ്തോത്രമാണെങ്കിലും ദൈവം കേൾക്കുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉണർവെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്ക് വല്ലാത്ത തെറ്റിദ്ധാരണകളാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മളങ്ങ് ധരിക്കുകയാണ് ഐ എം ഓൾ റൈറ്റ്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാനിങ്ങനെ അങ്ങ് കരിങ്കല്ല് പോലെ ഇരുന്നാൽ മതി. ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഇമോഷൻ. വൈകാരികതയിലല്ല ആത്മീയത ഇരിക്കുന്നതെന്നുള്ള കാര്യം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദ വിൽ. പാപം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇച്ഛാശക്തിയെ, അല്ലേ, നമ്മുടെ ബോധത്തെ ഒക്കെ ബാധിക്കുകയാണ്. എന്നിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയാതെ പോവുകയും ചെയ്യും. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ അതാണ്. അവർ ഈ പ്രതിഷ്ഠകളെല്ലാം വെച്ചുകൊണ്ടിരുന്ന് പറയുകയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ ശമൂവേൽ അതിലേക്ക് അഡ്രസ്സ് ചെയ്തിട്ട് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയേണ്ടത് എത്ര നിസ്സാരമാണെങ്കിലും നീക്കിക്കളയുക. നീക്കിക്കളയുന്നില്ലെങ്കിൽ വെറും തട്ടിപ്പ് എന്നായി പറഞ്ഞത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വെറും മറിപ്പാണ്, വെറും തട്ടിപ്പാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് യാതൊരു മതിപ്പും ഇല്ല, ഒരു ബഹുമാനവും ഇല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഭയങ്കര പരസ്പര ബഹുമാനവും സന്തോഷവും സ്നേഹവും ഒക്കെ ആയിരിക്കും. ബട്ട് വെൻ ഗോഡ് റേറ്റ്സ് യു, കാരണം ദൈവം പുറമെ, കുറച്ച് കഴിയുമ്പോൾ 16-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെയും അന്തര ഇന്ദ്രിയങ്ങളെയുമാണ് നോക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ വാക്യം വായിക്കാം, 3-ാം വാക്യം വായിക്കാം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ്. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇതെല്ലാം ഇരിക്കുന്നതുകൊണ്ടല്ലേ, ഇതിവരുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾ ആരുടെ ജനമാ? ദൈവത്തിൻ്റെ ജനം. നിങ്ങൾക്ക് ദൈവം എന്താ തന്നേക്കുന്ന കൽപ്പന? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ
ഒന്നിൻ്റെയും പ്രതിമ. നിങ്ങൾ തന്നെ ഇപ്പോൾ സൗകര്യപൂർവ്വം ഇതൊക്കെ മറന്നുപോയി. ഞാൻ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഓർത്തത്. ഇസ്രായേൽ ജനം അങ്ങനെ ജീവിക്കേണ്ട ഒരു ജനമാണ്. ഇപ്പോൾ അവരുടെ ബിംബങ്ങളും അല്ലേ മറ്റ് ദൈവങ്ങളും ഒക്കെ ഇരിക്കെ അവർ ഭാവിക്കുകയാണ് അവർ ദൈവത്തിൻ്റെ കറ തീർന്ന ജനമാണ്, അവർക്ക് യാതൊരു കുഴപ്പവും. അപ്പോൾ പറഞ്ഞു, റിമൂവ്, ടേക്ക് ഇറ്റ് ഓഫ്, ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക, എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും. അപ്പോൾ അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവർ ജാതികളിലേക്ക് തിരിഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അടുത്ത അധ്യായത്തിൽ ചുറ്റുമുള്ള ഞങ്ങളുടെ ജാതികളെ പോലെ ഞങ്ങൾക്കൊരു രാജാവ്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്? ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ അവർ പറഞ്ഞതിന് ദൈവം ഞങ്ങളുടെ രാജാവാണ്. അപ്പോഴാണല്ലോ ദൈവം പറഞ്ഞത്, അവർ നിന്നെ അല്ല എന്നെയാണ്, ഞാൻ അവർക്ക് രാജാവായിരിക്കാതെ വണ്ണം എന്നെയാണ് അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല. ശമൂവേലിൻ്റെ വാക്കുകൾ വളരെ ഫോക്കസ്ഡ് ആണ്, വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുക. അവനെ മാത്രം. അപ്പോൾ വേറെ പലതിനെ ഇവർ സേവിച്ചുകൊണ്ടിരിക്കുക. അവനെ മാത്രം സേവിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കും എന്ന് പറഞ്ഞു. വിടുതൽ അങ്ങനെ മാത്രമേ വരുള്ളൂ. എന്നാൽ അവൻ നിങ്ങളെ വിടുവിക്കും. അപ്പം നമ്മൾ ദൈവത്തിങ്കൽ തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ബലവാനെന്ന് കാണിക്കുവാൻ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹൃദയം പലപ്പോഴും അവങ്കൽ ഏകാഗ്രമല്ല, ഏകാഗ്രതയും നിർമ്മലതയും ഒക്കെ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, വി മസ്റ്റ് ലിവ് അപ് ടു വാട്ട് വി സേ. നമ്മൾ പറയുന്നത് എന്താണോ അതനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പറച്ചിൽ കൊണ്ട് മാത്രം കാര്യമില്ല. പറച്ചിൽ കൊണ്ട് ആളുകളെ പറ്റിക്കാം, ജീവിതം കൊണ്ട് മാത്രമേ ദൈവത്തെ സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം മുമ്പിൽ നമ്മൾ കൊള്ളാവുന്നവരാണെങ്കിൽ ദൈവം പറയുകയാണ്, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അപ്പോൾ ചിലരെക്കുറിച്ചൊക്കെ ദൈവത്തിന് നാണം ഉണ്ടെന്നതിൻ്റെ അർത്ഥം. ഈ ആളുകളെക്കുറിച്ച് ദൈവത്തിന് തീർച്ചയായിട്ടും ലജ്ജ തോന്നിക്കാണും. അതുകൊണ്ടാണ് ദൈവം അവരെ എന്ത് ചെയ്തത്? കൈവിട്ട് കളഞ്ഞത്. അതുകൊണ്ടാണ് ഫെലിസ്ത്യർ അവരെ കീഴടക്കിയത്. അതുകൊണ്ടാണ് അവരുടെ പെട്ടകമൊക്കെ, ദൈവത്തിൻ്റെ പെട്ടകം അവർ ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ട് പോയത്. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ മറ്റ് ജാതികളെ പോലെ ആകുവാനും നമുക്ക് എല്ലാം കൂടെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കാനും പാടില്ല. അശുദ്ധമായതൊന്നും തൊടരുത്, ഇണയില്ലാപ്പിണ ഒന്നിലും കൂടരുത്, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് നടക്കത്തില്ല. ഇത് പഴയ പഴമൊഴിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉത്തരവില്ലാത്തതുകൊണ്ട്, കോൺക്രീറ്റ് വീടായതുകൊണ്ട് പറഞ്ഞത് മനസ്സിലായി കാണുകയല്ല. എന്നാ ബെർത്ത്, സ്ലാബിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്. നമ്മൾ അത് ഞാൻ ഉത്തരം മാറ്റി സ്ലാബാക്കിയിരിക്കുന്നത് കേട്ടോ. സ്ലാബ് വാർത്ത് അതിൻ്റെ മുകളിൽ പലതും വെച്ചിട്ടുണ്ട്, അത് എടുക്കണമെങ്കിൽ കൈ ഒന്ന് പൊക്കിയെങ്കിലേ ഒക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തിനൊക്കെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് അതിനെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്, കർത്താവ് പരാതിപ്പെടുന്നത് അവൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവൻ ആരുമില്ല. നമുക്കതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനത്തോടെ പിരിയാം. നമുക്ക് ആരെ മുറുകെ പിടിക്കാം? കർത്താവിനെ മുറുകെ പിടിക്കാം. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നമ്മൾ രാവിലെ വായിച്ചു 34-ാം സങ്കീർത്തനം, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അപ്പം ആരോടാണ് നിലവിളിക്കേണ്ടത്? ദൈവത്തോടാണ് നിലവിളിക്കേണ്ടത്. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കണമെന്നുണ്ടെങ്കിൽ, അവൻ മുഖം തിരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാഗൽഭ്യം വേണം. എൻ്റെയും ദൈവത്തിൻ്റെ ഇടയിൽ വേറൊന്നുമില്ല, അല്ലേ? എൻ്റെ ഹൃദയം ദൈവത്തോട് പരമാർത്ഥതയുള്ളതാണ്, അങ്ങോട്ട് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്, ഞാൻ അവനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു, ബിസിനസ് ഈസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്നൊരു കാര്യം നമ്മൾ ഇടപാട് ചെയ്യുകയാണെങ്കിൽ അത് രണ്ട് പാർട്ടികളെ അതിനകത്ത്, ദൈവമുണ്ട്, നമ്മളുണ്ട്. ദൈവം സീരിയസ് ആണ്, നമ്മൾ സീരിയസ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഒരു തമാശയാണോ, ഇത് വെറുതെ ഇങ്ങനെ പാസിംഗ് ആയിട്ട് ചെയ്യുന്നതാണോ? അതുകൊണ്ടാണ് ഈ പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയത്തോട് എല്ലാം വിട്ട് ഇങ്ങോട്ട് തിരിയണം. ഇതിനകത്തൊക്കെ എന്തുമാത്രം ഘനമാണ് കിടക്കുന്നത്, അല്ലേ? ഗ്രാവിറ്റിയാണ് കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും അത്രയും ഗൗരവത്തിൽ ആത്മീയ കാര്യങ്ങളെ നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ് ഫെലിസ്ത്യർ നമുക്ക് തലവേദന ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഈ ഫെലിസ്ത്യരുമായിട്ടുള്ള ഒരു ഇടപാടും നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമാക്കാം. ഇവരെ ഗർവികളാണ്, അവർ നമ്മളെ സ്വാധീനിച്ചിട്ട് നമ്മളും അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല, ഞാനും ഇച്ചിരി ഗർവിക്കാൻ പോവാണ് എന്ന് തീരുമാനിക്കേണ്ട. നമുക്ക് ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിക്കാം. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും, അവൻ ഇവരെ നീക്കിക്കളയും. അതുകൊണ്ട് നമ്മുടെ ശത്രുഗണം ചെങ്കടലിൽ മുങ്ങിപ്പോകുവാൻ, എല്ലാവരും നീങ്ങിപ്പോകുവാൻ, ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ നമുക്ക് ദൈവത്തോട് മാത്രം ചേർന്നിരിക്കാം. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ വലിയവനെന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാം, നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വന്ന് ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ ഉന്നതൻ, മഹോന്നതൻ, നിന്നെപ്പോലെ ആരുമില്ല. എന്നാൽ കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുമ്പോൾ
കർത്താവ് പലപ്പോഴും ദൈവത്തിൻ്റെ ഔന്നത്യം, ആ മാഹാത്മ്യം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയാതെ പോവുകയും മറ്റ് പലതും ഞങ്ങളെ ആകർഷിക്കുകയും ചെയ്തു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ഞങ്ങളുടെ ആരുടെയും ഹൃദയം കർത്താവ് വഷളായി പോകാതെ തങ്ങൾ മാത്രം ഏകാഗ്രതന്മാരായിരിക്കാനായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് കർത്താവ് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ട് ഫെലിസ്തീർ അവർക്ക് തലവേദന ഉണ്ടാക്കിയതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവെ ഗർഭിഷ്ഠന്മാരായിരിക്കുന്ന, പ്രശ്നക്കാരായിരിക്കുന്ന ഫിലിസ്തീയ ജാതികൾ കർത്താവെ പൈശാചിക പ്രേരണയാൽ ദൈവജനത്തിന് പല പ്രതികൂലങ്ങളും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കാൻ തക്കവണ്ണം, ഗൗരവത്തോടെ ദൈവത്തോട് ഇടപെടുന്നവരായിരിക്കാൻ തക്കവണ്ണം വചനം കേട്ട ഞങ്ങളെല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണം, പരിശുദ്ധാത്മാവിനാലും വചനത്താലും ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബലത്തോടെ ഞങ്ങൾ പോകട്ടെ, നിൻ്റെ കൃപയെ ഞങ്ങളെ മറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.